ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഥകളൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. സ്കന്ദപുരാണത്തിലെ കഥകളാണ് ഇടുന്നത്. വേലായുധ സ്വാമിയുടെ ജനനം, പാർവതീദേവിയുടെ ജനനം, മഹാദേവൻ്റെ തപസ്, അതുപോലെ കാമദേവനെ ഭഗവാൻ ദഹിപ്പിച്ച കഥകളൊക്കെ നമ്മൾ ഇട്ടു. അതെല്ലാം എല്ലാവരും കേൾക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണം, ലൈക്ക് ചെയ്യണം. പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നവരാത്രി സീരീസ് അതും നമ്മൾ ഇടുന്നുണ്ട്. അതും എല്ലാവരും കണ്ട് അതേ രീതിയിൽ പ്രാർത്ഥിക്കണം. അതുപോലെ നവരാത്രി വിഭവങ്ങൾ നമ്മുടെ രണ്ടാമത്തെ ചാനലായ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഇടുന്നുണ്ട്. അതും എല്ലാവരും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി ഇന്നത്തെ ഭാഗം നവരാത്രി 6-ാം ദിനം. നവരാത്രി 6-ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന മഹാദേവിയുടെ രൂപം കാർത്യായനി. മഹിഷാസുരൻ എന്ന അസുരനെ നശിപ്പിക്കാൻ പാർവതീദേവി സ്വീകരിച്ച രൂപമാണ് കാർത്യായനി. ഇത് പാർവതീദേവിയുടെ ഏറ്റവും ഉഗ്രമായ രൂപമായിരുന്നു. ഈ രൂപത്തിൽ പാർവതീദേവി യോദ്ധാക്കളുടെ ദേവത എന്നും അറിയപ്പെടുന്നു. കാർത്യായനി ദേവിയെ ഭരിക്കുന്ന ഗൃഹം വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യാഴദശ അനുഭവിക്കുന്നവരോ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലാതെ നിൽക്കുന്നവരോ ഒക്കെ തന്നെ ദേവിയുടെ ഈ രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതായത് കാർത്യായനി ദേവിയുടെ രൂപത്തിലാണ് ദേവിയെ പ്രാർത്ഥിക്കേണ്ടത്. വ്യാഴദശ സാധാരണയായിട്ട് ശുക്രദശയ്ക്ക് തുല്യമായ ഫലം നൽകുന്നതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു ശുക്രദശ അതല്ലെങ്കിൽ ഒരു വ്യാഴദശ, ഇതേതെങ്കിലും ഒരെണ്ണമാണ് സാധാരണയായി കിട്ടുന്നത്. രണ്ടും കൂടെ കിട്ടുക അത്ര എളുപ്പമല്ല. ഒരുപാട് ആയുസ്സൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ കിട്ടാറുണ്ട്. അതല്ലാത്തവർക്ക് സാധാരണ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ലഭിക്കുന്നത്. ശുക്രൻ്റേത് സമമായ ഫലമാണ് വ്യാഴദശ നൽകുന്നത്. ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാകും വ്യാഴദശ കാലഘട്ടത്തിൽ. അതായത് വ്യാഴം അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തൊഴിൽപരമായ ഉയർച്ചയുണ്ടാകും, സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. അങ്ങനെ നാനാതരത്തിലും ഒരു ഉയർച്ച വ്യാഴം അനുകൂലമാണെങ്കിൽ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ളവർ കാർത്യായനി രൂപത്തിലാണ് ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത്. ജാതകത്തിൽ വ്യാഴത്തിൻ്റെ ഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഈ രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നു. ഇനി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ എന്ന് പറയുന്നത് ചുവന്ന പൂക്കളാണ്, പ്രത്യേകിച്ചും ചുവന്ന റോസാപ്പൂക്കൾ. പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥന ഓം ദേവീം കാർത്യായന്യേ നമഃ, ഓം ദേവീം കാർത്യായന്യേ നമഃ, ഓം ദേവീം കാർത്യായന്യേ നമഃ എന്ന് 108 തവണ രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കുക. ഇനി മറ്റൊരു നാമം കൂടിയുണ്ട്. അത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി തന്നേക്കാം. അതിപ്രകാരമാണ്: വന്ദേ വാഞ്ചിത് മനോരാർത്ഥർ ചന്ദ്രാർത്ഥകൃതശേഖരം സിംഹാരൂഢ ചതുർഭുജ കാർത്യായനീം യശസ്വിനീം. ഇതാണ് ആ നാമം. വന്ദേ വാഞ്ചിത് മനോരാർത്ഥർ ചന്ദ്രാർത്ഥകൃതശേഖരാം സിംഹാരൂഢ ചതുർഭുജ കാർത്യായനി യശസ്വിനീം. ഈ നാമം 3 തവണ ജപിക്കാം, 7 തവണ ജപിക്കാം, 9 തവണ ജപിക്കാം, 11 തവണ ജപിക്കാം, 108 തവണ ജപിക്കാം. നമുക്ക് സാധിക്കുന്ന അത്രയും തവണ ജപിക്കാം. നവരാത്രി 6-ാമത്തെ ദിവസം ദേവിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത്
തേനാണ്. തേൻ അതിൻ്റെ തനതായ രൂപത്തിൽ വെക്കാം, അതല്ലെങ്കിൽ തേൻ ചേർത്ത പലഹാരങ്ങൾ ദേവിക്ക് സമർപ്പിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, തേൻ ഒരിക്കലും ചൂടാക്കാൻ പാടില്ല. ചൂടാക്കി കഴിഞ്ഞാൽ അത് വിഷമായി മാറും. അത് ശ്രദ്ധിക്കുക. നവരാത്രി 6-ാം ദിവസം ഒക്ടോബർ 8 ചൊവ്വാഴ്ച നവരാത്രി ഉത്സവത്തിന് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ചുവപ്പ് നിറം ഉത്സാഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമാണ് ചുവപ്പ്. അതുപോലെ ചുവന്ന നിറത്തിലുള്ള അരി കൊണ്ട് ദേവിക്ക് പായസം വെച്ച് നൈവേദ്യമായി സമർപ്പിക്കുന്നതും വളരെ വിശിഷ്ടമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന പെൺകുട്ടികൾ നല്ല കുടുംബജീവിതം ലഭിക്കുന്നതിനും നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിനും വേണ്ടി ദേവി കാർത്യായനിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ദേവി കാർത്യായനിയുടെ രൂപം മനസ്സിലോർത്തുകൊണ്ട് ദേവിക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും നല്ല വിവാഹം ലഭിക്കുന്നതിന് വളരെ ഉത്തമമാണ്. ദേവി കാർത്യായനിക്ക് 4 കൈകളാണ് ഉള്ളത്. ഒരു വലിയ സിംഹത്തിന് മുകളിലാണ് ദേവി ഇരിക്കുന്നത്. കാർത്യായനി ദേവിയുടെ ഇടതുകൈകളിൽ താമരപ്പൂവും വാളുമാണ് കാണപ്പെടുന്നത്. അഭയമുദ്രയും വരദമുദ്രയും വലതു കൈകളിൽ കാണപ്പെടുന്നു. അങ്ങനെ 4 കൈകളോടുകൂടി ചുവന്ന വസ്ത്രം ധരിച്ച് സിംഹത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന രൂപമാണ് ദേവി കാർത്യായനിയുടേത്. ഉഗ്രരൂപിയാണ് ദേവി. മഹിഷാസുരനെ വധിക്കാനായി പാർവതീദേവി സ്വീകരിച്ച രൂപമാണ് ദേവി കാർത്യായനി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും 6-ാമത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത്. 6-ാമത്തെ ദിവസം ദേവിയുടെ രൂപം കാർത്യായനി രൂപം. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ, ചുവന്ന നിറത്തിലുള്ള പൂക്കൾ, ചുവന്ന റോസാപ്പൂക്കൾ. അന്ന് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പ്. പ്രാർത്ഥന, 2 പ്രാർത്ഥന നമ്മൾ പറഞ്ഞു. ഭരിക്കുന്ന ഗ്രഹം വ്യാഴം. പ്രസാദം തേനാണ് സമർപ്പിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്. നവരാത്രി വ്രതമെടുക്കുന്ന രീതികളൊക്കെ എല്ലാവർക്കും അറിയാം. ഇതേ രീതിയിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. വഴിപാട് വെച്ചതിന് ശേഷം ഒന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് അതിനുശേഷമാണ് നമ്മൾ ആ വഴിപാട് പ്രസാദം സ്വീകരിക്കേണ്ടത്. നമസ്കരിക്കണം ദേവിയെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം, ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു വേണം നമ്മുടെ ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നതിനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ കഥകൾ പറയാം. മഹിഷാസുര നിഗ്രഹമൊക്കെ തുടർന്ന് ഓരോ ദിവസങ്ങളായിട്ട് പറയാം. സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ എല്ലാവരും കേൾക്കണം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നൈവേദ്യങ്ങൾ സമർപ്പിക്കേണ്ടതെന്ന്. ചില വിഭവങ്ങളൊക്കെ നമ്മുടെ 2-ാമത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ കണ്ട് അതുപോലെ അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രസാദം ദേവിക്ക് സമർപ്പിക്കണം. അതുപോലെ നമ്മുടെ 2-ാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. നാമം ജപിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ വ്രതം നടക്കുന്ന സമയത്ത് പീരീഡ്സ് ആകും ചിലപ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് മറ്റ് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. പുലയോ ബാലായ്മയോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ അവിചാരിതമായി സംഭവിക്കുന്നതാണ്. ആ സമയങ്ങളിൽ നാമം ജപിക്കുക. അത് ഒരു കാരണവശാലും മുടക്കരുത്. നാമം ജപിച്ചാൽ മതി, ദേവി എല്ലാം സ്വീകരിച്ചു കൊള്ളും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.